അപ്പോൾ തുടങ്ങാം. അതായത് എടാ പോടാ ഈ ഒരു ടോണാണ് പുള്ളിക്കാരിക്ക് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഫ്രണ്ടിൽ കൂടെ പോയ പെണ്ണുങ്ങളെ നേരെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അപ്പോഴല്ലേ ബൈക്കിൽ പോകുന്ന ചെറുക്കന്മാരെ ശ്രദ്ധിക്കുന്നത്. അതിനെല്ലാം ചേട്ടത്തിക്ക് ഒറ്റ മറുപടിയുള്ളൂ, ഇവളുമാരുടെ ഉദ്ദേശമൊക്കെ നമുക്കറിയാം, ഇതാണ് ചേട്ടത്തിയുടെ സ്ഥായി ആയിട്ടുള്ള ഡയലോഗ്. അതിനകത്ത് മുഴുവൻ കൃഷിയാണ്, അവിടെ വീടും കാര്യങ്ങളും ഒന്നുമില്ല. ഇവന്മാരാദ്യം അങ്ങോട്ട് പോകും, എന്നിട്ട് ഈ പെണ്ണുങ്ങൾ പതുക്കെ ഒന്നും അറിയാത്ത പോലെ പുറകെ നടന്ന് അങ്ങോട്ട് പോകും. എന്നിട്ട് ഈ പറമ്പിനകത്ത് കയറി ഇരുന്നിട്ട് അശ്ലീലമാണ് ഇവരുടെ പരിപാടി എന്നിട്ട് എടുത്ത് പറഞ്ഞു. അപ്പോൾ തുടങ്ങാം. ഞാൻ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലം. ഞാൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ പാലായിലുള്ളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഏരിയയിൽ പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ പാല ബൈപ്പാസിലുള്ള ഒരു ബിൽഡിംഗ് ആണ് പണിയുന്നത്. ഒരു 5-6 നിലയുള്ള ഒരു വലിയ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, അതുപോലെ തന്നെ ഈ ലൊക്കേഷൻ ഏതാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. കാരണം ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു സ്ഥലത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സ്ഥലം ഏതാണെന്ന് ചിലപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കും. അതുകൊണ്ട് ഞാൻ എക്സാക്ട് ലൊക്കേഷൻ പറയുന്നില്ല. എനിവേ പാല ബൈപ്പാസിലാണ്. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ അവിടെ വരും. ഒരു 8 മണിയാകുമ്പോൾ വരും. ഒരു 5 മണിയോളം ഞാൻ അവിടെ ഉണ്ടാകും. അതിനുശേഷം ഞാൻ തിരിച്ചു പോകും. അങ്ങനെയാണ് എൻ്റെ സ്ഥിരം പരിപാടി. അപ്പോൾ ഈ ഇത്രയും നേരം ഇതിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് നല്ല മടുപ്പുണ്ടാകും. ഇങ്ങനെ മടുത്തിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്കൊന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ആ ബൈപ്പാസിൽ കുറച്ച് അപ്പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ അകത്തേക്കൊരു ചെറിയ ടാറിട്ട റോഡുണ്ട്. ആ റോഡ് ഒരു 50 മീറ്റർ പോകുമ്പോഴത്തേക്കും അവിടെ ചെറിയൊരു പെട്ടിക്കടയുണ്ട്. പെട്ടിക്കട എന്ന് പറയുമ്പോൾ ചായയും കാപ്പിയൊക്കെ കിട്ടുന്ന ഒരു ചെറിയ പെട്ടിക്കട. ആ പെട്ടിക്കട നടത്തുന്ന ഒരു 10-60-65 വയസ്സുള്ള ഒരു ചേട്ടത്തിയാണ്. ഈ ചേട്ടത്തിയെ കണ്ടാൽ നല്ല വെൽ ബിൽറ്റാണ്, നല്ല മസിലൊക്കെയുള്ള ഒരു ചേട്ടത്തിയാണ്. അപ്പോൾ പുള്ളിക്കാരിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് പുള്ളിക്കാരി നേരത്തെ കൺസ്ട്രക്ഷൻ വർക്കറൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ലപോലെ വെയിറ്റൊക്കെ എടുത്തുള്ള മസിലൊക്കെയാണ് പുള്ളിക്കാരിക്ക് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു തൻ്റെ ഇടം പുള്ളിക്കാരിക്ക് ഇപ്പോഴും ഉണ്ട്. ആ കടയിൽ വരുന്ന മൊത്തം ആണുങ്ങളാണ്. വരുന്ന എല്ലാവരുടെ അടുത്തും മറ്റൊരു ആണുങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു ആ ഒരു ടോണിലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. അതായത് എടാ പോടാ ഈ ഒരു ടോണാണ് പുള്ളിക്കാരിക്ക് മൊത്തത്തിലുള്ളത്. അതുപോലെ ഇപ്പോൾ ഒരാൾ വരുമ്പോഴത്തേക്കും അവരെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എടാ മറ്റേ വീട്ടിൽ അവൻ എന്ത് ചെയ്യടാ, അവൻ്റെ ഇതൊന്നും കേൾക്കാറില്ലല്ലോ, നീ ഇപ്പോൾ എവിടെയാടാ എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരി ഇങ്ങനെ 2 ആണുങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു ആ ഒരു ടോണിലാണ് പുള്ളിക്കാരി ബേസിക്കലി സംസാരിക്കുന്നത്. ഞാൻ ഈ 2 മണിക്കൂർ ഇടവിട്ട് അവിടെ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങനെ കട്ടൻ കാപ്പി കുടിക്കാൻ അവിടെ പോയി പുള്ളിക്കാരിയുമായിട്ടൊരു പരിചയമായി. അപ്പോൾ പുള്ളിക്കാരി ചോദിക്കാൻ തുടങ്ങിയത് എന്താ സ്ഥിരമായിട്ട് വരുന്ന ഇവിടെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നോളെ കൺസ്ട്രക്ഷനാണ്, എഞ്ചിനീയറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ബഹുമാനം. പുള്ളിക്കാരി എല്ലാവരെയും എടാ പോടാന്നാണ് വിളിക്കുന്നത്. എന്നെ ബഹുമാനം മൂത്തിട്ട് സാറേ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ മുമ്പിലേക്ക് പോകുന്നു. എല്ലാ ദിവസവും പല പ്രാവശ്യം പുള്ളിക്കാരുടെ കടയിൽ പോയി കാപ്പ് കുടിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മര്യാദയ്ക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം അന്ന് അവിടെ അധികം ആൾക്കാരില്ല. ഒരു 3-4 പേര് അവിടെ ചായ കുടിക്കാനും കാപ്പ് കുടിക്കാനും ഒക്കെ ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. പെട്ടെന്നൊരു കോളേജിൽ പഠിക്കുന്ന 2-3 പെൺപിള്ളേർ ആ വഴി അങ്ങ് നടന്നുപോയി. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ഇവരെങ്ങോട്ട് പോകുന്നതാണെന്ന് അറിയാവോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അവരാരാന്ന് തന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇതിനു മുമ്പ് 2-3 ബൈക്കിൽ കുറച്ച് ചെറുക്കന്മാരങ്ങോട്ട് പോയോ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഫ്രണ്ടിൽ കൂടെ പോയ പെണ്ണുങ്ങളെ നേരെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അപ്പോഴല്ലേ ബൈക്കിൽ പോകുന്ന ചെറുക്കന്മാരെ ശ്രദ്ധിക്കുന്നത്. ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, സാറേ ഈ വഴി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പള്ളിയുടെ കുറച്ച് സ്ഥലമുണ്ട്, ഒരു 6-8 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് മുഴുവൻ കൃഷിയാണ്, അവിടെ വീടും കാര്യങ്ങളും ഒന്നുമില്ല. ഇവന്മാരാദ്യം അങ്ങോട്ട് പോകും, എന്നിട്ട് ഈ പെണ്ണുങ്ങൾ പതുക്കെ ഒന്നും അറിയാത്ത പോലെ പുറകെ നടന്ന് അങ്ങോട്ട് പോകും. എന്നിട്ട് ഈ പറമ്പിനകത്ത് കയറി ഇരുന്നിട്ട് അശ്ലീലമാണ് ഇവരുടെ പരിപാടി എന്നിട്ട് എടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടത്തിക്ക് ഇതെങ്ങനെ അറിയാം? പുള്ളിക്കാരി പറഞ്ഞു, ഇവളുമാരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല, ഇവളുമാരെയൊക്കെ നമ്മൾ ഇപ്പോഴാണോ കാണുന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം കേട്ട് തല കുലുക്കി പതുക്കെ കാപ്പ് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു 2 പെൺകുട്ടികളൂടെ ആ വഴി ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നെ ചൂണ്ടിയിട്ട് പറഞ്ഞു, കണ്ടോ അടുത്തോളന്മാർ വരുന്നത് കണ്ടോ, നേരത്തെ അവന്മാർ പോയിട്ടുണ്ട്, അതിൻ്റെ പുറകെ പോകുന്നതാ, ഇവളുമാരെ ഞാനിപ്പോൾ വെറുതെ വിടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പെട്ടെന്ന് നേരെ ചെന്നിട്ട് ആ 2 പിടിച്ച് അവിടെ നിർത്തി. അവരോട് പറഞ്ഞു നിക്കടി എവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് പേടിച്ചിട്ട് ഈ ചേട്ടത്തിയെ ഇങ്ങനെ നോക്കി. ചേട്ടത്തിയെ നോക്കി ഉടനെ ചേട്ടത്തി തിരിഞ്ഞ് എന്നെ ഇവിടെ ബാക്കി ഇരിക്കുന്നവരെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇവളുമാരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാമല്ലോ, അങ്ങനെ അശ്ലീല പരിപാടികൾക്ക് പോകാൻ പറ്റിയ സ്ഥലമല്ലിത്, ഇവിടെയൊക്കെ മാനമര്യാദയുള്ള ആൾക്കാർ ജീവിക്കുന്നതാണ് എന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെയോ പറയുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടികളുടെ ശരിക്കുള്ള ഉദ്ദേശം അതാണോ എന്നറിയില്ല, അവർ ശരിക്കും അങ്ങോട്ടേക്കാണോ പോകുന്നതെന്നറിയില്ല. എന്താണെങ്കിലും അതാണെങ്കിലും അല്ലെങ്കിലും ഇതുപോലെ ഒരാൾ റോഡിൽ തടഞ്ഞു നിർത്തി ഇങ്ങനത്തെ ഒരു വർത്തമാനം പറയുന്നത് കേട്ടിട്ട് ഒരു 10-20 വയസ്സ് തോന്നിക്കുന്ന അവർ 2 പേരും നിന്ന നിപ്പിൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അവരിങ്ങനെ സഹായത്തിനായിട്ട് ഓരോരുത്തരുടെ മുഖത്തായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടത്തിയുടെ പരിചയത്തിലുള്ള അവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ ചേട്ടത്തിക്ക് അറിയാവുന്ന പിള്ളേരാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അതിനെല്ലാം ചേട്ടത്തിക്ക് ഒറ്റ മറുപടിയുള്ളൂ, ഇവളുമാരുടെ ഉദ്ദേശമൊക്കെ നമുക്കറിയാം, ഇതാണ് ചേട്ടത്തിയുടെ സ്ഥായി ആയിട്ടുള്ള ഡയലോഗ്. ഇതെല്ലാം നടക്കുമ്പോൾ ഇത് കണ്ട് കാപ്പിയും കുടിച്ച് ആ സൈഡിൽ ഞാനും ഇരിപ്പുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ മുഖത്തായിട്ട് സഹായത്തിനായിട്ട് നോക്കുന്ന കൂട്ടത്തിൽ ഇവർ എൻ്റെ മുഖത്ത് ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ചേട്ടത്തിയാണെങ്കിൽ ഒരു വെട്ടിരുമ്പ് പോലത്തെ പാർട്ടിയാണ്. പുള്ളിക്കാരി വേണേൽ എന്നെയും കയറി അടിച്ചെന്നിരിക്കും. നമ്മുടെ പാൻ ഇന്ത്യൻ ബ്രാഞ്ചിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഡേവിസ് ചേട്ടനാണ് പറയുന്ന സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണമെന്ന് പറയുമ്പോൾ നീ മാറിയിക്കണം എന്ന് പറയുകയല്ലേ, അതുപോലെ
ഇതുപോലെ ഞാനെങ്ങാനും ചെന്നിട്ട് ചേട്ടത്തി അവരെ വെറുതെ വിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി എൻ്റെ അടുത്ത് നീ എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാറുകയല്ലേ. ആ ഒരു കാരണം കൊണ്ട് ഞാനിങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ ഇരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു ഹറാസിങ് രീതിയിലേക്ക് മാറാൻ തുടങ്ങി. കൂടെയുള്ള ആണുങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും അവരെല്ലാം ചേട്ടത്തിയുടെ പുറകിൽ തന്നെ നിൽപ്പുണ്ട്. ചേട്ടത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. അവസാനം എന്തോ ഒരു ഇത് തോന്നിയിട്ട് ഞാൻ ചെന്നിട്ട് ചേട്ടത്തിയോട് പറഞ്ഞു, അല്ല ചേട്ടത്തി അത് അങ്ങനെ ആകണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല സാറേ അമ്മക്കറിയാം ഇവരുടെ കാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞു. നീ എഴുന്നേറ്റ് പോടാ എന്ന് എൻ്റെ അടുത്ത് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഏതായാലും അത് പറഞ്ഞില്ലല്ലോ എന്നുള്ള ബലത്തിൽ ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു, ഈ ഒരു പ്രാവശ്യത്തേക്ക് പോട്ടെ ചേട്ടത്തി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഒരു ദീർഘശ്വാസം എടുത്തിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യത്തേക്ക് നീയൊക്കെ പൊക്കോ, മേലാൽ ഈ ടൈപ്പ് പരിപാടിയായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്നെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ മറുപടി ഒന്നും പറയുന്നില്ല. ഇവർ പേടിച്ചിട്ട് ഈ ശരി എന്നുള്ള തലകുലുക്കി ഇങ്ങനെ കുലുക്കിയിട്ട് കൈയും കൂപ്പി ഇവരങ്ങ് പതുക്കെ നടന്നുപോയി. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ ഈ കട്ടൻ ഇങ്ങനെ സിപ്പ് ചെയ്തിട്ട് പതുക്കെ ഈ വലത്തേക്ക് നോക്കുമ്പോൾ ആ 2 പേരിൽ ഒരാൾ പതുക്കെ ഇങ്ങോട്ട് നടന്നു വരുന്നു. നടന്നിങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞു, താങ്ക് യു സാർ എന്ന് പറഞ്ഞു. ഞാൻ പക്ക സലാം കാശ്മീരിലെ ജയറാമേട്ടനെ പോലെ പാപ്പമാ ഈ ഒരു മൂഡിൽ ഞാൻ പതുക്കെ തലയൊക്കെ തിരിച്ചു വന്നിട്ട്, പിന്നെ പേരെന്താണ്, എവിടെയാണ്, നിങ്ങളുടെ സംഭവം എന്താണ്, ഇതൊന്നും ചോദിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പേ അവർ ഓടി രക്ഷപ്പെട്ടു. അവരുടെ ഉദ്ദേശം എന്തായിരുന്നെന്നോ അവരതിന് തന്നെ പോയതായിരുന്നെന്നോ ചേച്ചി പറഞ്ഞ പ്ലാൻ ആയിരുന്നോ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്നോ ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് ഒരു ദിവസം ഞാൻ ഇവരെ അവിടെ കണ്ടിട്ടില്ല. അതിപ്പോൾ ഞാൻ കാണാത്ത സമയത്താണോ അവർ പോയിക്കൊണ്ടിരുന്നത്, ഇതിൻ്റെ പേരിൽ പിന്നീട് വല്ല സംസാരമായോ, ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, അന്ന് ഞാൻ കയറി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ ചേട്ടത്തിക്ക് എൻ്റെ അടുത്ത് എന്തോ ഒരു ബഹുമാനവും കൂടെ ഉണ്ടായിരുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇവരെല്ലാവരും കൂടെ അതുങ്ങളെ അവിടെ നിർത്തി കരയിപ്പിച്ചേനെ എന്നുള്ള കാര്യം ഉറപ്പാണ്. അന്ന് അവർ രക്ഷപ്പെട്ടത്, ഞാൻ ചേട്ടത്തിയുടെ വായിലിരിക്കുന്നത് കേൾക്കാതെ പോയതും എന്തോ ഭാഗ്യം. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു. വളരെ റീസെൻ്റ് ആയിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പാലാ ബൈപ്പാസിൽ കൂടെ പോയ സമയത്ത് ഞാൻ ആ വഴി കൂടെ ഒന്ന് പോയി നോക്കി ചേട്ടത്തി അവിടെ ഉണ്ടോ എന്നറിയാം. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ആ ചേട്ടത്തി അവിടെ ഇല്ല, ചേട്ടത്തിയുടെ പെട്ടിക്കട അവിടെ ഇല്ല. ഇനിയിപ്പോൾ ചേട്ടത്തി എങ്ങോട്ടെങ്കിലും താമസം മാറിയതാണോ, അതോ റോഡിൽ വല്ല അറ്റകുറ്റപ്പണി നടത്തുന്ന സമയത്ത് ചേട്ടത്തിയുടെ കട തന്നെ എടുത്ത് മാറ്റിച്ചാണോ, അതോ ചേട്ടത്തി തന്നെ ഇല്ലാതായോ, ഈ ടൈപ്പ് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ചേട്ടത്തിയുടെ സ്ഥിരം കസ്റ്റമേഴ്സും അന്നത്തെ കോളേജ് സ്റ്റുഡൻസും എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ. ഇന്ന് ഞാൻ പറഞ്ഞത് ആ ചേട്ടത്തി അശ്ലീലമെന്ന് ആരോപിക്കാൻ ശ്രമിച്ച ഒരു സംഭവത്തിനെ പറ്റിയായിരുന്നു. ഇത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഒരു 7ാം ക്ലാസ്സുകാരനെ പറ്റി, വ്യഭിചാരം ചെയ്ത 7ാം ക്ലാസ്സുകാരൻ. ആ 7ാം ക്ലാസ്സുകാരൻ ആരാണെന്നും പുള്ളിയുടെ വ്യഭിചാര കഥ എന്താണെന്നും ഇനി ഞാൻ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. So till we meet again, this is your neighbor Mallu RJ Sharon signing off.